ഞാനൊരു ചേന കാണിച്ചു തരാം. ഇതാ ഉണ്ടാ ഇത് അടിയില്ല നോക്കറതാ നമ്മളെ തെരിയായില്ലേ, മുമ്പ് ഞാൻ ആക്കിയൊരു തെരികയുണ്ടായിരുന്നു. ഇപ്പം മോശമാന്ന് വൃത്തിയിലാക്കാതെ അത് ഇട്ടിട്ടുണ്ടായിരുന്നു, നനഞ്ഞിട്ട് ഇപ്പം അതിന് വളമായി. അത് കണ്ട് ഇത് ഏതാണെന്ന് അറിയാതെ ചേന അങ്ങനെ ചേനപ്പൂ തോരനാക്കിയിട്ടില്ലേ, അതിനുണ്ടായതായത് അതാ നടാണ്ട് ഇങ്ങനെ. അപ്പം മഴ കൂടിയില്ലേ, നടാണ്ട് ഇവിടെ വെച്ചിന്. ഇപ്പം ഇതാ നിങ്ങൾ നോക്കറിയുന്നത് ഇത്രയായി. ഇത് അതാണ് അതിൻ്റെ ഭക്ഷണം, ആ ചേന തന്നെ അതിൻ്റെ ഭക്ഷണവും. ഇപ്പം എനിക്കിത് കണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. ഇത് ഞാൻ പോയിട്ട് ഒരു ചാക്കുണ്ട് ഇവിടെ, ചാക്കിൽ എടുത്തങ്ങ് വെക്കാം. അതിൻ്റെ അടിയിൽ ഇന്നലെ ഞാൻ ചക്ക കെട്ടിയത് മുറിച്ചിട്ട് അതിൻ്റെ മടലുണ്ടതിന്, അതിൽ ഞാൻ എങ്ങനെയെങ്കിലും മെല്ലെ ഇലയെടുത്ത് വെക്കാം. കൈ അധികം ഇതാക്കാണ്ട് ഓരോന്നിട്ടങ്ങടെ ഇലയുണ്ട് കുറച്ചൊന്ന് മാവിൻ്റെ കൊമ്പ് കൂട്ടി വീണതിൻ്റെ ഇല കൂട്ടിയിട്ട് അതിൻ്റെ മാതിരി നിറച്ച് വെറുതെ അങ്ങ് വെച്ച് കൊടുത്തേക്കാം. നമുക്ക് നോക്കാമല്ലോ. ഇതാ സങ്കടമാകുന്ന ദിവസം എനിക്കൊരു വല്ലാതൊരു സങ്കടമായിപ്പോയി. അതിനാ നേരെ നോക്കാനൊന്നും കായില്ലല്ലോ എന്ന് വേണ്ട. ഒരു ചെറിയ കുഞ്ഞുണ്ട് അതിൻ്റെ ഒന്നിച്ച് വരുന്നു, ഒരു കുഞ്ഞു അയ്യന് ഉണ്ടല്ലേ. ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടാ. കണ്ടല്ലേ, ഈ പൂച്ച ഒന്നിനും വിടൂല. അതുണ്ട അരുവത്ത് വന്നിട്ടിങ്ങനെ അവർക്ക് ഇപ്പം അങ്ങനെ കയറ്റില്ല, കുറച്ച് പുറത്തേക്ക് കെട്ടിയത് അത്ര അധികം ആക്കിയാൽ നല്ലതല്ലല്ലോ. രോമെല്ലാം ഇങ്ങനെ അകത്തേക്ക് വരില്ലേ. അതുകൊണ്ട് ഇതിൽ ഞാൻ കൊണ്ടുപോയിട്ട് ലഭിച്ച ഇലയെല്ലാം വാരിയിട്ട് കുറച്ച് അടുക്കള വേസ്റ്റ് ഉണ്ട്, അത് ഇതിൻ്റെ മേലെ ഇട്ടിട്ട് മേലിടാൻ. അധികമൊന്നും എടുക്കുന്നില്ല, അങ്ങനെ ചീത്താറല്ലേ നല്ല ആക്കൂലേ. എന്നാ ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവന്നത് ഉണ്ടല്ലേ. ഇതാണ് ചാക്കര കുറച്ച് ഇതെല്ലാം ഇലയതിൻ്റെ മുകളിൽ ചക്കര മെടലിൻ്റെ മുകളിൽ കുറച്ച് ഇല വാരിയിട്ടത് ഇല ഇതാണ്ട് നല്ല വളമായി. എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് കാണിക്കാം. എനിക്ക് ഒരു കൈ ഉണ്ടാവില്ലല്ലോ ഇത് പിടിച്ചിട്ട്. നട്ടു കൊടുത്തോട്ടെ. സങ്കടം മാറി ഉണ്ടല്ലേ. നിറച്ചാക്കിയിട്ടുണ്ട്, ഇതെല്ലാം താണോളൂ. താണിട്ടാകുമ്പോൾ നമുക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. ഇപ്പം അങ്ങനെ നിൽക്കട്ടെ, കാറ്റ് എന്നെങ്കിലെല്ലാം പോകും, എന്നാൽ കുത്തി കൊടുക്കേണ്ടി വരും. ഉണ്ടല്ലേ, പണിയെടുക്കുന്ന ആളുകാരും തന്നെ ഉണ്ടല്ലേ. നല്ല വളമാണിത്. ഇതാണ്ടല്ലേ പൊട്ടി വീണത് ഇന്നലെ രാവിലെ കൊടുങ്കാറ്റിന്. ഇന്നിപ്പോൾ കണ്ട പുറം ഇങ്ങനെ നിൽക്കാൻ കഴിയില്ല, പുറം കരിയുന്നത് വെയിൽ കണ്ടോ. ആദ്യത്തെ ചേന നട്ടത് മാവിൻ്റെ കൊമ്പ് വീണിട്ട് പാവം ഇത്ര നന്നായിട്ടുണ്ടായിരുന്നൊക്കെ. ഇപ്പോൾ തൈ ഉണ്ടായിട ഇവിടെ ഒരു ചേനേനെ വെച്ചിട്ടുണ്ട്, അതെല്ലാം പോയിന്നത്. ആ ചേമ്പുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുന്നത്, നല്ലൊരു ചേമ്പുണ്ടായിട്ടേടാ എൻ്റെ കൂടെ വെച്ചത്. ചേന ഉണ്ടെങ്കിൽ അടിയിലുണ്ടെങ്കിൽ മുകളിലോട്ട് വരും. അത് എന്താ അതെല്ലാം പൊട്ടി വീണതുണ്ട്, വൈക്ക് തന്നെ പൊട്ടി വീണത്. ഒരു വാഴ അതിൻ്റെ ഇടയ്ക്ക് പോയി, 2 വാഴ. ഒരു കൊലയുണ്ട് അവിടെ, ആരും കണ്ടിട്ടത് കണ്ടില്ല. എല്ലാം തിന്നലായി. സഹോദരിയാന്ന് തോന്നുന്നത്. ഇതെല്ലാം ഉണ്ട്, വാഴ വലിച്ചിട്ടുണ്ട് അവിടെയെല്ലാം. പുറത്ത് ചെയ്യലല്ലോ ഇപ്പം. അതിനൊരു കൊലയുണ്ട്, അപ്പുറത്തെല്ലാം ഉണ്ട് വലിച്ചിട്ട്. ഉണ്ടാ നമ്മൾ ചേന ദൂരത്ത് നിന്ന് എടുക്കുമ്പോൾ ഉണ്ട്. ചാക്ക് കുറച്ചും കൂടെ വലുപ്പമില്ലത് വേണമായിരുന്നു. അപ്പോൾ ഇല്ല ഇവിടെ ചാക്ക്. നോക്കാം, യാലും കിട്ടിയത് മതിയല്ലേ. വെറുതെ ആവില്ലല്ലേ, സങ്കടം പോയി മാറി. ദിവസം ഇങ്ങനെ നോക്കലാ പണി. ഒന്ന് മുളച്ച് കിട്ടാൻ നമ്മൾ എത്ര പാടുപെടുന്നു. ഇതിപ്പം കണ്ടില്ല, ഇത്രയും വളർന്നില്ലേ. നല്ലോണം ഏറുണ്ടേല് മതി. ഇനി കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. അടിയിൽ ചക്കര മെടലായി. അതിന് മേലെ അടുക്കള വേസ്റ്റ് ഉണ്ട് കുറച്ച് ഇട്ടിട്ട്, അതിന് മേലാണ് ഈ ചീഞ്ഞു പോയ ചപ്പില, അത് വിട്ടു മതിയല്ല. ഉണ്ടാ നമ്മളെ കാവേരി വാഴ കുഞ്ഞി ചെറിയത് ഒരു ചെറിയ ഉണ്ട്. ഇത് മൈസൂർ വാഴയാണ്, വളയം കൂടെ ഉണ്ടല്ലേ. ഇത് കാവേരി വാഴ വന്നിട്ടുണ്ട് അപ്പുറത്ത്. ഉണ്ടല്ലേ, ഉണ്ടായാണ്ട എല്ലാം തിന്നുകൊണ്ടാ. പകുതി തിന്നു പൊരുത്തല്ല ഇന്നെ കൊത്താൻ പറയാം. ചെറിയ കൊല, ചെറിയ ചെറിയ എല്ലാം ഉണ്ട് ഇതെല്ലാം കൊല. വേണ്ട
പിന്നെ തറവാട് ഉണ്ടാ ഭയങ്കര മതിലാണ് ഇതായിരുന്നു. ഞാനിപ്പുറം നമ്മളെ വളപ്പിൽ നിന്നിട്ടാ ഉണ്ടാ തൊട്ടപ്പുറത്തെ വളപ്പ് തന്നെയാണ്. ഇത് മതിലാണെന്താ നമ്മളെ ചേമ്പ് ചാക്കല ചേമ്പ് കണ്ടില്ലേ ഉണ്ടാ നല്ലോണം നന്നായിന്. അന്നേരം ഒന്നും കൂടെ വളം ഇടണമായിരുന്നു. അതിന് ഇടാൻ പറ്റിയില്ലല്ലോ. ഇടണം എന്തായാലും, ഇല്ലെങ്കിൽ ഇതൊന്നും പോരല്ലോ. കണ്ട മേലെ കാണുന്നതിൻ്റെ മുരടെല്ലാം കുറച്ചും കൂടെ ആയിട്ടാകുമ്പോൾ എന്തെങ്കിലും ഭാര്യ ഇട്ട് കൊടുക്കുക. അതൊന്നും ഇതേ ഇല്ലു ചേമ്പ് ഉണ്ടല്ലേ. അപ്പോൾ തീരെ കഴിയാണ്ടായി പോയില്ലേ. കയ്യിലുണ്ടെങ്കിൽ ഞാൻ കുറച്ചും എന്തെങ്കിലും ഇട്ടീന് ഉണ്ടല്ലേ. മോളുണ്ട് ഉണ്ടല്ലേ. ഇതെല്ലാം നമ്മൾ നട്ടത്. ചെന്തെങ്ങ് ആണ് ഏട്ടൻ്റെ ഒരു വർഷമാകുമ്പം അന്ന് നട്ടതായത്. ഇപ്രാവശ്യം ഒന്നും നടാൻ പറ്റിയില്ലല്ലോ. ഇനിയിപ്പം നടണം. ഈ വെള്ളത്തിൽ നട്ടിട്ടും കാര്യമില്ലല്ലോ. ഒന്നും നട്ടില്ല. കുറച്ച് മരമെല്ലാം കൊണ്ടുപോയില്ലെങ്കിൽ അത് മരം മുറിച്ചിട്ടെടുത്തെല്ലാം ഉണ്ട്. അത്ര ഒന്നും കൊണ്ടുപോയിട്ടാണ്. എന്നാലും നമുക്ക് വൃത്തിയാക്കാനും കഴിയും. മഴയൊന്ന് കുറഞ്ഞിട്ടാകുമ്പോൾ എല്ലാം വൃത്തിയാക്കാൻ മരമെല്ലാം കൊണ്ടുപോട്ടെ. വാഴാനിപ്പോൾ കുറേ പോയിട്ട് വാഴ കണ്ടില്ലേ മരം പൊട്ടി വീണിട്ട് ഒന്നുമില്ല. മരമൊന്നും അതൊക്കെ ഇല്ല. അതുകൊണ്ട് ഇപ്പം വലിയ ഇതായിപ്പോയി. ഇല്ലെങ്കിൽ എല്ലാം പൊട്ടി വീട്ടീന്. നമ്മൾ മൈസൂർ വാഴ ഉണ്ട് കുലച്ചത്. ഇതൊന്നും നമുക്ക് കിട്ടലുണ്ടാവില്ല. അത് കാണുകയും ചെയ്യില്ലാതെ ഒന്ന് ഇടിയുണ്ട്. വേണ്ട കാണുന്നുണ്ടോ? അത് കുലച്ചിട്ട് ഒന്നതാ കിടക്കുന്നതിൻ്റെ അപ്പുറത്ത് ഒരു കൂട്ടം തന്നെയാണ്. ഇതിനെല്ലാം ഇത് വരും. കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു പുഴുക്കേട് വരും. എത്രയാ പോയതെന്ന് അറിയാം. വലിയ കൊലയെല്ലാം അങ്ങ് ചീഞ്ഞ് പോവും. പൂക്കുത്തായിട്ട് കണ്ടില്ലേ കൊല വലിയ കൊല. അത് ഇത് മോശമൊന്നുമില്ല. എല്ലാം കല്ലുമരു മരപ്പട്ടിയില്ലേ, മരപ്പട്ടി അവർക്ക് നല്ലതായി കുസാലായി. ഇപ്പോൾ കാണാൻ നല്ല രസമില്ലേ. ഇതാ നല്ല പൂവാണ് ഉണ്ടല്ലേ. പനിയായി ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കണം. എത്ര വൃത്തിയാക്കിയാലും പിന്നെ ഒരു മഴ വരുമ്പോൾ ആദ്യ കാര്യം അറിയും. ഓക്കെ. ലേമേൽ നല്ലോണം തേങ്ങയുണ്ട്. പറിക്കാൻ ആവശ്യത്തിന് മാത്രം പുറത്തെടുക്കും. ആരും കിട്ടുകയും ചെയ്യില്ലല്ലോ. നമ്മളെ തൊട്ടപ്പുറത്തെ പടിഞ്ഞാറ് ഭാഗത്ത് എല്ലാം കാടായി ആദ്യം. അന്നെല്ലാം വൃത്തിയാക്കിയതാണ്. പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. ഓണമാകുമ്പോഴെല്ലാം പോവും. ഉണ്ടല്ലേ കാട്. എത്ര പെട്ടെന്നാണ് കാട് വരുന്ന നോക്കിയാൽ. വേണ്ട അങ്ങോളം പൂണ്ട്. മുമ്പെല്ലാം ചിങ്ങമാസത്തിലാകുമ്പോഴേക്ക് ഉണ്ടാവും. ഇപ്പോൾ നേരത്തെ മഴയെല്ലാം വന്നില്ലേ, എല്ലാം നേരത്തെ വിരിഞ്ഞു എല്ലാം കഴിയും. അപ്പോൾ കൂടാനാകുമ്പോഴേക്കെല്ലാം കഴിയും. എന്ത് രസമാണ് നോക്കുന്നത്. തേച്ചതാണ് ഹെന്മാങ്കിരിയിടം വളപ്പിൽ ഭാഗമെല്ലാം തന്നെ അങ്ങനെ. പൂമ്പാറ്റ വരും ഇഷ്ടം പോലെ. അങ്ങോട്ടായതുകൊണ്ട് നമുക്ക് എടുക്കാൻ പോകാനും കഴിയില്ലല്ലോ. എപ്പോഴും ഉണ്ടാവും. അല്ലേ വെയിൽ കണ്ടില്ലേ. ഇപ്പം മങ്ങാൻ തുടങ്ങി. കാറ്റെല്ലാം വരലായി. ഇന്ന് കുറച്ച് നിന്നു മഴയില്ലാണ്ട്. ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് വെയിലാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്നാലേ എനിക്ക് ഇതുപോലെ വരാനാവുള്ളൂ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റും. എല്ലാവരും കാണണം കേട്ടോ. വീഡിയോയിൽ ഒരുപാട് കാണാനൊരുന്നില്ലെങ്കിലും ഇതെല്ലാം നല്ലതല്ലേ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഇത്രയെല്ലാം എനിക്കാവുന്നല്ലോ.